ഹലോ കൂട്ടുകാരെ, ഇവർ വിവാഹിതരായാൽ എന്ന സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് നോക്കാം. അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക. അങ്ങനെ മഹാലക്ഷ്മി പൂജ കഴിയുകയാണ്. മഹാലക്ഷ്മി വിളക്കെടുത്ത് ആരതി ഒഴിഞ്ഞു കഴിഞ്ഞാൽ ആ പൂജ പരിസമാപ്തിയിലാകും. അത് ചെയ്യേണ്ടത് മാധവനും സംഗീതയുമാണ്. അപ്പോൾ മഹാലക്ഷ്മി വിളക്ക് ഭൂമിയോട് എടുത്തു കൊണ്ടുവരാൻ പറയുകയാണ് മുത്തശ്ശി. അങ്ങനെ വിളക്ക് എടുത്തു കൊടുത്തതിന് ശേഷം സംഗീതയും മാധവനും ആരതി ഒഴിയും. ഇത് കണ്ടപ്പോൾ നമ്മുടെ അഞ്ജനയ്ക്കൊരാഗ്രഹം, അജയനെയും കൂട്ടി ഈ വിളക്കുകൊണ്ട് ആരതി ഒഴിയണമെന്ന്. അങ്ങനെ അവൾ മുത്തശ്ശിയോട് പോയി ചോദിക്കും, മുത്തശ്ശി എനിക്കും അജയനും ആരതി ഒഴിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയും, അതിന് വിധിയുണ്ടോ എന്ന് നമുക്കറിയില്ല, എന്തായാലും പൂജാരിയോട് കൂടി ചോദിക്കും. പൂജാരി പറയും, അത് കുഴപ്പമൊന്നുമില്ല, കാരണം ഒരുമിച്ച് വിവാഹം കഴിച്ചില്ലെങ്കിലും ഒരുമിച്ച് ജീവിക്കാൻ താല്പര്യമുള്ളവരല്ലേ, അപ്പോൾ അവർ ഒഴിയുന്നതുകൊണ്ട് ആരതി ഒഴിയുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. പക്ഷേ അജയന് അതിൽ വലിയ താല്പര്യമൊന്നുമില്ല. അജയ് പറയും, അതൊന്നും വേണ്ട മുത്തശ്ശി, എനിക്കതിൽ വലിയ താല്പര്യമില്ല. പക്ഷെ സത്യനും എല്ലാവരും കൂടി നിർബന്ധിക്കുമ്പോൾ പിന്നെ അജയന് അതിൽ വഴങ്ങുകയല്ലാതെ വേറെ ഓപ്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അജയും അഞ്ജനയും കൂടി മഹാലക്ഷ്മി വിളക്കെടുത്ത് കയ്യിൽ പിടിക്കുകയാണ്, ആരതി ഒഴിയാൻ ശ്രമിക്കുകയാണ്. ആദ്യത്തെ ആരതി ഒഴിയുമ്പോഴേക്കും കറക്റ്റായിട്ട് ആ സമയത്ത് അഞ്ജനയുടെ ഫോണിലോട്ട് ഒരു കോൾ വരും. ആ കോൾ വന്ന ശ്രദ്ധയിൽ അഞ്ജന പെട്ടെന്ന് ആ ഫോണാണ് നോക്കാൻ ശ്രമിക്കുക. ആ ഫോൺ നോക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അഞ്ജനയുടെ കയ്യിൽ നിന്നും ഈ വിളക്ക് വീഴാൻ പോവുകയാണ്. പെട്ടെന്ന് അത് കണ്ട് നമ്മുടെ ഭൂമി ആ വിളക്ക് വന്ന് പിടിക്കുകയാണ്. ആ വിളക്ക് ഭൂമി പിടിച്ചതോടുകൂടി നമ്മുടെ അഞ്ജന ഒന്ന് പിൻവലിയുകയാണ് ചെയ്യുന്നത് പിന്നോട്ട്. അവൾക്ക് ദേഷ്യം വന്നിട്ടാണ് പിൻവലിയതെന്ന് തോന്നുന്നു. അഞ്ജന പെട്ടെന്ന് പിൻവലിയും. പിന്നെ ഭൂമിയും അജയും കൂടിയിട്ടാണ് ആ ആരതി ഒഴിയുന്നത്. 7 തവണ ആരതി ഒഴിയുന്നത് അവർ രണ്ടുപേരും കൂടിയിട്ടാണ്. ഇതേ സമയം നമ്മുടെ അജയ്ക്കൊരു ആശങ്കയുണ്ട്, ഇനി എന്താവുമോ എന്നോ. ഭൂമിക്കും അതുപോലൊരു പേടിയുണ്ട്. ഇത്ര വലിയ പണക്കാരുടെ വീട്ടിലാണ് വിളക്ക് സംഗതി വീഴാൻ പോയപ്പോൾ പിടിച്ചതാണ്. ഭൂമി ഉദ്ദേശത്തോടു കൂടി ചെയ്തതാണെങ്കിൽ കൂടി അതെല്ലാവരും അത് അംഗീകരിക്കണം എന്നില്ല. ആ ഒരു ഭയത്തിലാണ് ഭൂമിയും വിളക്ക് പിടിച്ചിട്ട് അത് ഒഴിയുന്നത്. അങ്ങനെ 7 തവണ അവർ ആരതി ഒഴിയും. ആരതി ഒഴിഞ്ഞിട്ട് ആരതി നിർത്തും. അപ്പം ഇത് കണ്ടപ്പോൾ ഭവാനിക്ക് ആകെ ദേഷ്യം വരും. ഭവാനി പറയും, നീ എന്താണ് ഇവിടെ കാണിച്ചത് ഭൂമി? നിൻ്റെ തെരുവിൽ കാണിക്കുന്ന നാടകം ഈ വീട്ടിൽ കാണിക്കാമെന്നാണോ വിചാരിച്ചത്? തെരുവിലുള്ള കാര്യങ്ങളൊക്കെ തെരുവിൽ തന്നെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ഭൂമിയെ വഴക്ക് പറയുകയാണ് നമ്മുടെ ഭവാനി. അപ്പം മുത്തശ്ശി ചോദിക്കും, തിരുമേനി ഈ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? നമ്മൾ ചെയ്ത ലക്ഷ്മി പൂജയ്ക്ക് ഒരു കാര്യമില്ലാതെ ആയോ? എനിക്കൊരു ഭയം തോന്നുന്നു പൂജാരി, അങ്ങൊന്ന് കൃത്യമായി പറഞ്ഞാലും എന്ന്. അപ്പോൾ പൂജാരി പറയും, ഇല്ല, ഈ ചെയ്തതിലൊരു തെറ്റുമില്ല. കാരണം എന്തെന്ന് വെച്ചാൽ മഹാലക്ഷ്മി പൂജ ചെയ്ത് കഴിഞ്ഞാൽ വിളക്ക് താഴെ വീണതിലാണ് ഈ വീട്ടിൽ അനർത്ഥങ്ങൾ സംഭവിക്കുക. ഇത് ഭാഗ്യത്തിന് ആ കുട്ടി ഔചിത്യപരമായിട്ട് പെരുമാറിയത് കാരണം വിളക്ക് താഴെ വീഴാതിരിക്കുകയും പൂജ മുഴുവനാവുകയും ചെയ്തു. അതുകൊണ്ട് ഇത് ഒരു പ്രശ്നമല്ല എന്ന് പൂജാരി പറയുകയാണ്. അപ്പോൾ പിന്നെ ഭവാനിക്ക് അത്രയും നേരം ചീത്ത പറഞ്ഞതൊക്കെ വെറുതെ വേസ്റ്റായ പോലെയാവും. അപ്പോൾ സത്യം പറയും, സാരമില്ല മോളെ, വിഷമിക്കേണ്ട, അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതാണ്, ഇവിടെ നിന്നെല്ലാവരും വഴക്ക്. നീ എന്തായാലും ഔചിത്യപരമായിട്ട് ആ വിളക്ക് പിടിച്ച് ആ പൂജ കംപ്ലീറ്റ് ആക്കിയത് കാരണം പ്രശ്നങ്ങളൊന്നുമില്ല. നീ നല്ല ബുദ്ധിയുള്ള കുട്ടിയല്ലേ, നിനക്ക് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാവും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്ന്. അപ്പോൾ ഭൂമിക്ക് വിഷമം ആദ്യം വരുന്നുണ്ടെങ്കിൽ കൂടി ഭൂമി സന്തോഷത്തിൽ പറയും, ശരി സാർ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. കണ്ണൊക്കെ തുടച്ചിട്ടാണ് ഭൂമി അങ്ങനെ പറയുന്നത്. അങ്ങനെ ലക്ഷ്മി പൂജ പരിസമാപ്തിയിലെത്തിയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുത്തശ്ശി പറയും, എനിക്ക് എല്ലാവരോടുമായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. അതായത് അജയൻ്റെയും അഞ്ജനയുടെയും വിവാഹത്തിൻ്റെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് ഞാനൊന്ന് കുടുംബക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച് വന്നതിന് ശേഷം അതിൻ്റെ ഡേറ്റ് എല്ലാവരോടുമായിട്ട് പറയാമെന്ന് പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ അഞ്ജനയ്ക്കും ഭവാനിക്കും ഒക്കെ നല്ല സന്തോഷമുണ്ട്. പക്ഷെ പാവം അജയ് ആകെ ഊരാക്കുടുക്കിൽ പെട്ടതുപോലെയാണ്. കാരണം അജയൻ്റെ പഴയ കാമുകിയെ മറക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ആ ഒരു വിഷമത്തിലാണ് അജയ് നിൽക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഭവാനിയും അഞ്ജനയും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ അഞ്ജന ഭവാനിയോട് പറയും, അമ്മേ, നമ്മളുടെ പ്ലാനെല്ലാം സക്സസ് ആയില്ലേ എന്ന്. ഭവാനി പറയും, പ്ലാൻ സക്സസ് ആയി എന്നല്ല മോളെ, നമ്മൾ പ്ലാനിലോട്ടുള്ള ആദ്യത്തെ പടി കഴിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പ്ലാൻ ഒരിക്കലും സക്സസ് ആയിട്ടില്ല എന്ന്. അപ്പോൾ നമ്മുടെ സത്യൻ അങ്ങോട്ട് വരുന്നുണ്ട്. സത്യൻ പറയും, മോളെ, നിനക്ക് സന്തോഷമായില്ലേ? നിൻ്റെ വിവാഹ കാര്യത്തിൽ എല്ലാ കാര്യത്തിനും വിളിച്ച് നിൻ്റെ കൂട്ടായിട്ടുണ്ട് എന്ന്. അപ്പോൾ ഭവാനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ഭവാനി പറയുകയാണ്, വല്യച്ഛനല്ലല്ലോ, അവളുടെ അച്ഛൻ സാഗറല്ലേ അവളുടെ വിവാഹകാര്യത്തിൽ അവൾക്ക് കൂട്ടായി നിൽക്കേണ്ടത്, നിങ്ങളെല്ലാവരും കൂടി കൊന്നതല്ലേ എന്ന് ഭവാനി വീണ്ടും ചൊറിയാൻ തുടങ്ങുകയാണ്. അത് കഴിഞ്ഞ് പായസം കൊടുന്ന പാത്രങ്ങളൊക്കെ എടുത്ത് തിരിച്ച് വീട്ടിൽ പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ് ഭൂമി. അടുക്കളയിലാണ് പാത്രങ്ങളെല്ലാം. ഇതെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അഞ്ജന അങ്ങോട്ട് വരികയാണ്.
അപ്പോൾ അഞ്ജന അങ്ങോട്ട് വന്നപ്പോൾ ഭൂമി പറയും, ആ ഹലോ അഞ്ജന എന്ന് പറയും. അപ്പോൾ നീ എന്നെ പേര് വിളിക്കുന്നോ? ഈ കാശുള്ള വീട്ടിലെ സ്ത്രീകളെ എല്ലാം കുറച്ച് റെസ്പെക്റ്റോട് കൂടി വിളിക്കാൻ നീ എന്നാ ഇനി പഠിക്കുക എന്ന് പറഞ്ഞ് ഭൂമിയുമായി വഴക്കുണ്ടാക്കുകയാണ് അഞ്ജന. അപ്പോൾ ഭൂമി പറയും, ശരി മാഡം, മാഡം പറയും മാഡത്തിന് എന്താണ് വേണ്ടത് എന്ന്. അപ്പോൾ അഞ്ജന പറയും, നീ എന്താന്ന് കാണിച്ചത്? എൻ്റെ വിളക്ക് തട്ടിയെടുത്ത് നിനക്ക് ആരതി ഒഴിഞ്ഞിരിക്കുന്നു നീ നിനക്ക് ഈ വീട്ടിൽ കയറി പറ്റണം എന്ന് നല്ല ആഗ്രഹമുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ അഞ്ജന ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഭൂമിയെ. അപ്പോൾ ഭൂമി പറയും, മേഡം എന്തൊക്കെയാണ് ഈ പറയുന്നത്, ഞാൻ എന്തിനാണ് ഈ വീട്ടിൽ കയറി പറ്റാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ. നീനക്ക് ഈ വീട്ടിലെ സുഖസൗകര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നിനക്ക് ഇഷ്ടപ്പെട്ടു, പിന്നെ എന്താണ് മുത്തശ്ശിയെ നീ മയക്കിയെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ജന ചീത്ത പറയുകയാണ് ഭൂമിയെ. കൂട്ടത്തിലൊരു കാര്യം പറയും, നീ ഇന്ന് കാണിച്ചത് ശരിക്കും ഫാദർലെസ് പരിപാടിയാണ്. അപ്പം ഭൂമി, എന്താ നീ പറഞ്ഞത്? ഫാദർലെസ് പരിപാടിയാണെന്നോ? മലയാളത്തിൽ പറ. മലയാളത്തിൽ തന്നെയാണ് പറയുന്നത്. നീ ഇന്ന് കാണിച്ചത് അച്ഛനില്ലാത്ത പരിപാടിയാണെന്ന്. അത് കേട്ടപ്പോൾ നമ്മുടെ ഭൂമിയുടെ സകലമാന കൺട്രോളും പോവും. ഭൂമി ഒന്നും നോക്കില്ല, വരായകളൊന്നും ചെയ്യാതെ അഞ്ജനയുടെ കാരണം നോക്കി ഒരൊറ്റ പൊട്ടിക്കും. അത് കണ്ടിട്ട് നമ്മുടെ അജയ് കറക്റ്റായിട്ട് ആ സമയത്ത് അങ്ങോട്ട് വരും. അത് കണ്ടപ്പോൾ അജയിന് ദേഷ്യം വരും. അജയ് പറയും, നീ എന്താണ് ഈ കാണിച്ചത്? നീ അഞ്ജനയെ തല്ലിയല്ലേ? എന്നാൽ എന്നെയും കൂടി തല്ലടി, എന്നെയും കൂടി തല്ല് എന്ന് പറഞ്ഞ് അജയ് ഭൂമിയുടെ അടുത്ത് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ നമ്മുടെ അഞ്ജനയ്ക്ക് ഒരു സന്തോഷം ഉണ്ട് കേട്ടോ ഉള്ളിൽ, അവളെ വഴക്ക് പറഞ്ഞല്ലോ എന്ന്. അപ്പോൾ ഭൂമി പറയും, ആരായാലും എൻ്റെ അച്ഛനെ പറഞ്ഞു കഴിഞ്ഞാൽ ആരായാലും ഞാൻ തല്ലും. അതിന് എനിക്കിനി വധശിക്ഷ തന്നാലും കഴിഞ്ഞാലും എൻ്റെ അച്ഛനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു അച്ഛനില്ലാത്തവളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്നും നോക്കില്ല എന്ന് പറഞ്ഞ് ഭൂമി അജയൻ്റെ അടുത്തും വഴക്കിട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. കരഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോണത്. ഇതേ സമയം നമ്മുടെ ഓരോരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഭവാനി ടെറസിൻ്റെ ബാൽക്കണിയിൽ ഇങ്ങനെ നിൽക്കുകയായിരിക്കും. അപ്പോഴായിരിക്കും നമ്മുടെ അച്യുതൻ അവിടെ നിന്ന് പോകുന്നത്, ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. അപ്പോൾ അച്യുതൻ ഭവാനി എങ്ങാനും കാണുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് തിരിഞ്ഞാണ് പോകുന്നത്. കറക്റ്റായിട്ട് ഭവാനിയുടെ കണ്ണിൽ പെടുകയും ചെയ്യും. അങ്ങനെ ഭവാനി അച്യുതനും പരസ്പരം കാണും. അപ്പോൾ അച്യുതൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് കണ്ട ഭവാനിക്ക് തോന്നും, ഇവൻ എന്തോ ഒരു കള്ളത്തരം ചെയ്തിട്ടുണ്ട്, ഇനി ഇവൻ ആ കുഞ്ഞിനെ കൊന്നു കളഞ്ഞില്ലേ എന്ന് ആലോചിച്ച് ഭവാനി നിൽക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഭൂമി തിരിച്ചു പോകാൻ നേരത്ത് നമ്മുടെ മാധവൻ കുറച്ച് പൈസയും ഫയലും ഒക്കെ ആയിട്ട് പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് വണ്ടിയിൽ പോക്കറ്റിൽ നിന്ന് താക്കോലെടുത്ത് വണ്ടി തുറക്കാൻ ശ്രമിക്കുമ്പോൾ കയ്യിലുണ്ടായിരുന്ന പൈസ മാധവൻ്റെ കയ്യിൽ നിന്ന് താഴോട്ട് വീഴും. അങ്ങനെ ഇത് ഭൂമി കാണും. ഭൂമി സാർ നിൽക്കൂ എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി മാധവൻ അതൊന്നും കേൾക്കുന്നില്ല. അങ്ങനെ മാധവൻ വണ്ടി എടുത്ത് പോവും. അപ്പോൾ ആ പൈസ എടുത്ത് ഭൂമി അകത്തോട്ട് വരികയാണ്. എന്നിട്ട് മുത്തശ്ശിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയും, ഇത് മാധവൻ സാറിൻ്റെ കയ്യിൽ നിന്ന് വീണ് പോയതാണ്, ഞാൻ അദ്ദേഹത്തെ കുറേ തവണ വിളിച്ചു പക്ഷെ അദ്ദേഹം കേട്ടില്ല എന്ന് പറഞ്ഞ് ഭൂമി ആ പൈസ അവരുടെ കയ്യിൽ കൊടുക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയും, നിൻ്റെ സത്യസന്ധത നല്ലതാണ് മോളെ, നിനക്ക് നല്ലതേ വരൂ എന്ന് പറഞ്ഞ് അതിൽ നിന്ന് ആ നോട്ടിൽ നിന്ന് 500 രൂപയുടെ നോട്ട് എടുത്തിട്ട് അവളുടെ കയ്യിൽ കൊടുക്കാൻ ശ്രമിച്ചിട്ട് പറയും, ഇത് മുത്തശ്ശിയുടെ സന്തോഷത്തിന് മോൾ ഇത് വാങ്ങിക്കുക. അപ്പോൾ ഭൂമി പറയും, വേണ്ട മുത്തശ്ശി, ഇത് വാങ്ങിക്കഴിഞ്ഞാൽ ഇത് കൈക്കൂലിയാകും, അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞ് ഭൂമി അവിടെ നിന്ന് പോവുകയാണ്. പിന്നെ നമ്മുടെ അച്യുതൻ വീട്ടിലോട്ട് എത്തുകയാണ്. അപ്പോൾ അച്യുതൻ വീട്ടിലോട്ട് കഴിയുമ്പോൾ നമ്മുടെ അംബിക അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അംബിക ചോദിക്കും, മോള് വന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. മോളിപ്പോൾ വരും. പിന്നെ ഞാനിന്ന് ആ സാറിൻ്റെ വീട്ടിൽ മഹാലക്ഷ്മി പൂജയ്ക്ക് പോയി. അപ്പോൾ അവിടുത്തെ മുത്തശ്ശി എന്നെ കണ്ടിട്ട് പറയുകയാണ്, നമ്മൾ നല്ല ഭാഗ്യം ചെയ്ത അച്ഛനും അമ്മയാണ്, നമ്മുടെ മോളെക്കുറിച്ച് നല്ല കാര്യങ്ങൾ കുറേ പുകഴ്ത്തി പറഞ്ഞു, നല്ല സ്വഭാവമാണ് അവൾക്ക് എന്നൊക്കെ ആ മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞു എന്ന്. അപ്പോൾ അംബിക പറയാതെയോ സന്തോഷമായി അച്യുതേട്ടാ കേട്ടിട്ട് എന്ന്. അപ്പോൾ അച്യുതൻ പറയുകയാണ്, പക്ഷേ എനിക്കൊരു ടെൻഷൻ എന്തെന്ന് വെച്ചാൽ നമ്മളുടെ ഈ സന്തോഷം നമുക്ക് എന്നേക്കുമായി നഷ്ടപ്പെടുമോ എന്നാണ് ഭയമെന്ന്. അംബിക പറയും, ഈ അച്യുതേട്ടൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ മോളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമാണല്ലോ, എന്താ പറ്റിയത്, എന്താണ് ശരിക്കുള്ള പ്രശ്നം? അറിയില്ല അംബികയെ, കുറച്ച് ദിവസമായിട്ട് എനിക്ക് ടെൻഷനാണ് എന്നൊക്കെ പറയും. അപ്പം അംബിക പറയും, ഇതേ ടെൻഷനുള്ള കാര്യങ്ങളൊന്നും ആലോചിക്കാതെ വാ, ഭക്ഷണം കഴിക്കാൻ വാ, ഞാൻ ഭക്ഷണം വിളമ്പി വെക്കാം എന്ന് പറഞ്ഞ് അംബിക അകത്തോട്ട് പോകും. ഇപ്പോഴാണ് നമ്മുടെ ഭൂമി സ്കൂട്ടിയുമായിട്ട് വരുന്നത്. അച്ഛാ, എങ്ങനെയുണ്ടായിരുന്നു ലക്ഷ്മി പൂജ, മുത്തശ്ശി നല്ല പാവമാണല്ലേ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയെ പുകഴ്ത്തിക്കൊണ്ട് പറയുകയാണ് ഭൂമി. അതെ, അവർ നല്ല സ്ത്രീയാണ് മോളെ എന്ന് പറയും. അപ്പോൾ അവൾ പറയും, എനിക്ക് അതുപോലത്തെ ഒരു കൂട്ടുകുടുംബത്തിൽ ജീവിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അതുപോലെ എനിക്കൊരു മുത്തശ്ശിയും വേണം. ഈ ജെൻസി പിള്ളേർ ഇപ്പോൾ മുത്തശ്ശിമാരെയൊക്കെ വേണ്ടെന്ന് വെക്കേണ്ടത് തോന്നുന്നുണ്ട്. അങ്ങനത്തെ ഏതെങ്കിലും ഒരു മുത്തശ്ശിയെ വിളിച്ചു കൊടുന്ന് നമുക്ക് നമ്മുടെ വീട്ടിൽ താമസിപ്പിച്ചാലോ അച്ഛ എന്നൊക്കെയാണ് ഭൂമി പറയുന്നത്. അങ്ങനെ ഭൂമിയുടെയും അച്യുതൻ്റെയും സ്നേഹവും സന്തോഷം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. കൂടുതൽ നേരത്തെ ഈ സീരിയലിൻ്റെ വിശേഷങ്ങൾ അറിയാൻ ആദ്യം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്യുക. താങ്ക്